ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോകിത ശ്രീ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കുഴിനകളുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ്, അല്ലെങ്കിൽ ഒറ്റമൂലിയാണ് കേട്ടോ. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എന്നെ നമ്മുടെ ഈ ചാനലൊക്കെ ഫസ്റ്റ് ടൈം ആണ് കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. അപ്പം ഈ ഒരു കുഴിനകം വരുന്ന സമയത്ത് ഞാൻ മുൻപും കുറച്ച് റെമഡീസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കട്ടോ. അപ്പോൾ നമുക്ക് ഏതാണ് കൂടുതൽ എഫക്റ്റീവ് ആവുമെന്ന് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും അതും കൂടെ അറിഞ്ഞിരിക്കുന്നത് കുറച്ച് നല്ല കാര്യമാണ്. സോ ഞാൻ എന്തായാലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു കുഴിനകം എന്ന് പറയുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും. നമ്മുടെ നഖത്തിന് ഇപ്പോൾ കാലിലാണെങ്കിലും കയ്യിലാണെങ്കിലും ആ ഒരു നഖത്തിന്റെ ചുറ്റുള്ള അവിടുത്തെ ആ ഒരു സ്കിന്നിൽ അത് ഭയങ്കരമായിട്ട് തടിച്ചിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന പോലെ തോന്നും കേട്ടോ. നമുക്ക് ആ ഒരു ഇറച്ചി കുറച്ചും കൂടെ ഉള്ളോട്ടായിട്ട് ഇങ്ങനെ ആ ഒരു ഭാഗത്ത് നമ്മൾ നോർമലി കാണുന്ന പോലെ ആയിരിക്കില്ല, കുറച്ച് ഭയങ്കര പെയിൻ ആയിരിക്കും. പിന്നെ ഒരു റെഡ് ആയിട്ടുള്ള കളർ വരും, അല്ലെങ്കിൽ പിന്നെ നഖക്ക് കേട് വന്ന് പോകാൻ തുടങ്ങും കേട്ടോ. അപ്പൊ നമ്മളുടെ റെമഡി എന്താന്ന് വെച്ചാൽ തൊട്ടാവാടിയില്ലേ, ഈ തൊട്ടാവാടി ഇപ്പൊ നിങ്ങൾക്ക് അറിയണ്ടാവും, നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ തൊട്ട് നോക്കുന്ന സമയത്ത് ആ ഇല ഇങ്ങനെ കൂമ്പിപ്പോവും, അല്ലെങ്കിൽ എന്താ പറയാ വിരിഞ്ഞിരിക്കുന്ന ഇലയാണെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അത് വാടിപ്പോവും, അല്ലെങ്കിൽ അതെല്ലാം കൂടെ കൂടിപ്പോവും. അതാണ് തൊട്ടാവാടി എന്ന് പറയുന്നത്. അതിനിപ്പോ ആർക്കെങ്കിലും അറിയില്ലെങ്കിലാണ് ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ആയിട്ട് പറയുന്നത് കേട്ടോ. അതിൽ ചെറിയൊരു കായ പോലത്തെ സംഭവം ഉണ്ടാവും, അതുപോലെ തന്നെ അപ്പൂപ്പന്താടി പോലത്തെ ഒരു ഉണ്ടായിട്ടുള്ള പൂവുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആർക്കെങ്കിലും ഈ ഒരു എന്താ പറയാ തൊട്ടാവാടി എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണിച്ചു തരേണ്ട അടുത്ത് തൊട്ടാവാടി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു തൊട്ടാവാടിന്റെ ഇലയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു ഇല നമ്മൾ കുറച്ച് ഒരു പിടി നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കില്ലേ, അത്രയും നമ്മൾ പറിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നഖത്തിൽ നമുക്ക് പൊത്തി വെക്കാനാണ് ഇത് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ കുറച്ച് അധികം തന്നെ പറിച്ചത് നന്നായിരിക്കും. അപ്പം ഈ ഒരു തൊട്ടാവാടിന്റെ ഇല, അതുപോലെ തന്നെ ഒരു നാരങ്ങന്റെ മുറി, ചെറുനാരങ്ങ ഒരു പകുതി കഷ്ണാക്കുക. അത് നമുക്ക് ഫുള്ള് വേണ്ട, പകുതി കഷ്ണം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്ര പച്ചമഞ്ഞളാണെങ്കിൽ കുഴപ്പമില്ല, പച്ചമഞ്ഞൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറുനാരങ്ങേൻ്റെ ആ ഒരു കുരു കളഞ്ഞിട്ട് തോൽ അങ്ങനെ തന്നെ വേണം കേട്ടോ. നമുക്ക് ജ്യൂസ് അല്ല, ചെറുനാരങ്ങേൻ്റെ തോലും ഇവിടെ ആവശ്യമാണ്. അപ്പോൾ ഒരു മിക്സീൻ്റെ ജാർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇതിലൊക്കെ അമ്മിയിലൊക്കെ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ മുളകൊക്കെ അരച്ച അമ്മയാണോ നോക്കട്ടോ, അല്ലെങ്കിൽ നമ്മൾ അത് അരച്ചിട്ട് പൊത്തി വെക്കുന്ന സമയത്ത് നമുക്ക് നീറ്റുണ്ടാവും. അപ്പം അമ്മയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം ഈ ഒരു തൊട്ടാവാടിയും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെറുനാരങ്ങ ഹാഫ് ആക്കിയിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കുരു എടുത്ത് മാറ്റാട്ടോ. ആ തോല് അങ്ങനെ തന്നെ വേണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പച്ചമഞ്ഞളാണെങ്കിൽ അത്, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, ഇത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ അമ്മിയിൽ അരയ്ക്കാൻ അറിയുന്നവർക്ക് അത് യൂസ് ചെയ്ത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കി തന്നെ അരച്ചെടുക്കാം. അപ്പോഴേ നമുക്ക് നന്നായിട്ട് അത് പൊത്തി വെക്കാൻ പറ്റുള്ളൂ. ദെൻ ആ ഒരു എന്താ പറയുക, ഇപ്പോൾ കുഴിനകം വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമ്മൾ ആ ഒരു കാല അല്ലെങ്കിൽ നഖാണെങ്കിൽ അത് കുറച്ച് നേരം മുക്കി വെക്കുക. ഒരു 5 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം ഇപ്പം നമ്മൾ അരച്ചെടുത്തിട്ടില്ലേ, അത് ഈ ഒരു കുഴിനകത്തിൻ്റെ ചുറ്റും നന്നായിട്ട് പൊത്തി വെക്കുക കേട്ടോ. കുറച്ച് അധികം നേരം നമ്മൾ ഇതിന് സമയം കണ്ടെത്തേണ്ടതുണ്ട്, അല്ലാണ്ട് പെട്ടെന്ന് പൊത്തി വെച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഫുൾ ചുറ്റും നാശം. അപ്പോൾ നമ്മൾ വല്ല TV കണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫോണിൽ യൂസ് ചെയ്യുന്ന സമയമൊക്കെ ആണെങ്കിൽ വെറുതെ എപ്പോഴാണോ ഇരിക്കുന്നത് ആ ഒരു ടൈമിൽ ഇത് നമ്മുടെ ആ ഒരു നഖത്തിൽ നന്നായിട്ട് പൊത്തി വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് ഡ്രൈ ആയി തുടങ്ങും. പിന്നെ വേണമെങ്കിൽ നമുക്ക് നന്നായിട്ടത് കെട്ടി വെക്കാം കേട്ടോ. അതിനുശേഷം രാത്രിയാണെങ്കിൽ നമുക്ക് അങ്ങനെ കെട്ടി വെച്ചിട്ട് മോർണിംഗിൽ അഴിച്ചു കളഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ കറ ഉണ്ടാവും, എവിടെ ആവാണ്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയമാണ് നമുക്ക് പകൽ ഇതുപോലെ കുറച്ച് നേരം വെച്ചത് ഡ്രൈ ആകുന്ന സമയത്ത് നന്നായിട്ട് ചുറ്റി കെട്ടി വെക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒന്നും പറ്റിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പേസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു ചുറ്റും നന്നായിട്ട് തേച്ച് കൊടുക്കട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പൊത്തി വെച്ച് അല്ലെങ്കിൽ അത് കെട്ടി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ചെറുനാരങ്ങ ഇല്ലേ, ചെറുനാരങ്ങേൻ്റെ നമ്മളൊരു വട്ടത്തിലാക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു ഗ്യാപ്പ് എന്താ പറയുക, നമ്മളിങ്ങനെ കൈയോടിട്ടിട്ടൊരു തുള പോലെ ആക്കിയതിന് ശേഷം ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ള പാക്കില്ലേ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചിട്ട് നമ്മൾ ആ ഒരു നഖം ഇങ്ങനെ ഒരു, ഇപ്പോൾ ഇത് ചെറുനാരങ്ങ ആണെങ്കിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അതും ഈ ഒരു കുഴിനകം മാറാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഒറ്റമൂലി അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ടിപ്സ് എന്ന് പറയുന്നത്, ഈ ഒരു കുഴിനകം മാറി കിട്ടാനായിട്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് അതിൻ്റെ പെയിനൊക്കെ മാറും. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള തടിപ്പും കാര്യങ്ങളും എന്തെങ്കിലും കുറച്ചുകൂടി ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ദിവസം നിർത്താൻ പാടില്ല. നമുക്ക് വേദന കുറഞ്ഞു വെച്ചിട്ട് നിർത്താൻ വേണ്ടി പാടില്ല. ഒരു 3-4 ദിവസം കൂടെ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കുഴിനകം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ.